ഈ കാണുന്നതാണ് പഴയ അണക്കെട്ടിലോട്ട വഴിയേ. ഭൂതഗണങ്ങളെ അങ്ങോട്ട് വന്ന് ഇത് കെട്ടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഭൂതഗണങ്ങൾ ശിവന്റെ ഭൂതഗണങ്ങളല്ലേ, അപ്പോൾ അവർ പറഞ്ഞ് ആദ്യം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് ഒരു ദിവസം കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പഴയ ഭൂതാൻകെട്ട് ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് പക്ഷി മൃഗാദികളുടെ കരച്ചിലൊക്കെ നമുക്ക് നന്നായിട്ട് കേൾക്കാൻ കേട്ടോ. ഇതാ കണ്ടോ വലിയൊരു മരം, നമുക്കതിൻ്റെ ചുവട്ടിലോട്ടൊന്ന് പോയി നോക്കിയാലോ. അങ്ങനെ നമ്മൾ പുതിയ ഭൂതാൻകെട്ട് ഡാമിൻ്റെ ഒരു സൈഡിൽ നിൽക്കുക കേട്ടോ. പണ്ട് ചോളരാജാക്കന്മാർ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കെട്ടിയതാണെന്നും ഇത് പറയപ്പെടുന്നുണ്ട്. ഹായ് ഹലോ, വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു ചെറിയൊരു മരത്തിൻ്റെ കീഴിലാണ് നിൽക്കുന്നത്. ഇത് കണ്ടാൽ ചെറിയ മരമാണെന്ന് നിങ്ങൾക്ക് തോന്നുമോ? ഇല്ല, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മരം. എന്നെപ്പോൾ ഒരു 10 പേര് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറ സൈഡിൽ നോക്കിയാൽ കാണാൻ പോലും പറ്റില്ല, അതുമാതിരി വലിയ മരമാണിത്. അപ്പോൾ നമ്മൾ പഴയൊരു ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് പോവുകയാണ്. പുതിയ ഭൂതത്താൻകെട്ടിലെ ഡാമിൽ നമുക്ക് പ്രവേശനം ഉണ്ടെങ്കിലും വീഡിയോഗ്രാഫിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള വീഡിയോ ഒക്കെ എടുക്കാം, പക്ഷേ ഡാമിൽ കൂടി നടന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പഴയ ഭൂതത്താൻകെട്ട് ഡാം കാണാൻ വന്നിരിക്കുകയാണ്. ചെറിയൊരു കാട്ടിലൂടെ വേണം നമ്മൾ കാണാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻട്രോ എടുക്കുന്നത് ഈ കാണുന്ന വലിയ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാട്ടോ. അപ്പോൾ വില്ലേജ് വ്ളോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ തട്ടേക്കാടിൽ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ച് അങ്ങനെ ഭൂതത്താൻകെട്ട് ഡാമിൽ എത്തിയിരിക്കാം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കിടന്നു. 2 പേർക്ക് 10 രൂപ വെച്ച് 20 രൂപ, 2 വീലറിന് 5 രൂപ, അങ്ങനെ 25 രൂപയാണ് മൊത്തം നമുക്ക് ചിലവായത്. നമ്മളങ്ങനെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നല്ല പൂന്തോട്ടമൊക്കെ നമുക്ക് കാണാം, അവിടെ കുട്ടികൾക്കുള്ള കളിസ്ഥലമൊക്കെ കാണാവേ. അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങുകയാണ്. അതേ അകലെ കാണുന്ന കേട്ടോ നമ്മുടെ ഭൂതത്താൻകെട്ട് പുതിയ ഡാം. അങ്ങനെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഒരു വശത്തെ കാഴ്ചകൾ. അപ്പോൾ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ കാഴ്ചകളുമായി നമ്മൾ നടക്കുമ്പോഴാണ് നമ്മളൊരു ബോട്ട് ഇങ്ങനെ കയറ്റിയിട്ടാക്കുന്ന കാഴ്ച കാണുന്നത്. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പഴയ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് പോവുകയാണ്. അങ്ങനെ പുതിയ പാലമൊക്കെ കടന്ന് നോക്കുമ്പോൾ നമുക്ക് പുതിയ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. ഒരു സൈഡിൽ വെള്ളമൊന്നും ഇല്ലാത്ത അവസ്ഥയാണ്, മറു സൈഡിൽ ഡാം നിറച്ച് വെള്ളം. പുതിയ ഡാമും പാലവും ഇട്ട് നമ്മളങ്ങനെ പഴയ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ പ്രവേശന കവാടത്തിലെത്തിയിരിക്കുകയാണ്. നമുക്ക് പോകേണ്ട വഴികൾ കൃത്യമായിട്ട് ആലേഖനം ചെയ്ത് വെച്ച് കഴിയുന്ന കാഴ്ച നമുക്ക് കാണാം കേട്ടോ. നമ്മൾ പഴയ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ്. ഫ്രണ്ട്സ്, ഈ കാണുന്ന ചെറിയൊരു കാട്ടിലൂടെ വേണം നമുക്ക് പഴയ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് പോകാനായിട്ട്. ഭൂതങ്ങൾ കെട്ടിയ ഡാം, അതാണ് ഭൂതത്താൻകെട്ട് ഡാം. കാടിനുള്ളിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കരുത്, വനം സംരക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കുക. തൃക്കരിയൂർ ക്ഷേത്രം മുക്കുന്നതിനായി ഭൂതത്താന്മാർ നിർമ്മിച്ച പഴയ ഭൂതത്താൻകെട്ട് ഡാമിലേക്കുള്ള യാത്രയിൽ എന്താണ് ഭൂതത്താൻ കെട്ടിയ ഡാം എന്ന് പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ, ഭൂതത്താന്മാർ തൃക്കരിയൂർ ക്ഷേത്രം മുക്കുന്നതിനായി അവർ കല്ലുകൊണ്ടും ചെളി കൊണ്ടൊക്കെ ഡാം അല്ലെങ്കിൽ അണക്കെട്ട് പണിയുന്നു. അപ്പോൾ ഇതറിഞ്ഞ മഹാദേവൻ ഒരു കോഴിയുടെ രൂപം പ്രാപിച്ച് അവരുടെ അടുത്ത് ചെന്ന് കൂവി. ഭൂതത്താന്മാരിത് കേട്ടപ്പോൾ നേരം വെളുത്തെന്നോർത്ത് അവർ പണി ഉപേക്ഷിച്ച് പോയെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഭൂതത്താന്മാർ രാത്രിയിലാണ് പുറത്തിറങ്ങുന്നത്, അവർ രാത്രിയിലാണ് ഡാം പണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡാം, ഭൂതങ്ങൾ പണിതുകൊണ്ടാണ് ഈ ഡാമിന് ഭൂതത്താൻകെട്ട് ഡാം എന്ന് പറയപ്പെടുന്നത്. ഈ ഭാഗത്തൊക്കെ ആന വരുന്ന കണ്ടോ, ആനപ്പിണ്ടം നമുക്ക് കാണാതെ. വ്യത്യസ്തങ്ങളായ ധാരാളം വൃക്ഷലതാദികൾ തിങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു കാട്ടിലൂടെയാണ് നമ്മുടെ ഈ സഞ്ചാരം. ഈ വഴിക്കൊക്കെ പോവുകയാണെങ്കിൽ നല്ല കൂളിംഗ് ആട്ടോ, നല്ല ചൂടുണ്ടായി പോലും വനത്തിലൂടെയുള്ള യാത്ര നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഞായറാഴ്ച ആയതിനാൽ ധാരാളം സഞ്ചാരികളാണ് പഴയ ഭൂതത്താൻകെട്ട് ഡാം കാണാനായിട്ട് ഈ ഭാഗത്തേക്കൊക്കെ വരുന്നത്. പടർന്നു കിടക്കുന്ന ഒരു കാട്ടുമരത്തിന്റെ കാഴ്ച നമുക്ക് കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കാട്ടിലിങ്ങനെ വ്യത്യസ്തങ്ങളായ ധാരാളം മരങ്ങളുണ്ട്. പഴയൊരു മരം, ഒരു ചെറിയൊരു മരം കണ്ടോ. എന്നെ പോലെയുള്ള ഒരു 10 പേര് നിന്നാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മരമാണ് ഈ കാണുന്നത് കണ്ടോ. ചിതൽപുറ്റ്, വിവിധ തരത്തിലുള്ള പക്ഷികളുടെ മൃഗങ്ങളുടെയൊക്കെ കരച്ചിൽ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കേൾക്കാതെ. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇത് വേറൊരു വലിയ മരത്തിൻ്റെ കാഴ്ച കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷികളുടെ കരച്ചിലും അതുപോലെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ പഴയ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ തോട്ടിലൂടെയൊക്കെ നമ്മൾ കയറി കാണട്ടെ ഈ ഡാമിലേക്ക് പോകാനായിട്ട്. കണ്ടോ, ഈ കാണുന്ന കാട്ടിലൂടെ നമ്മൾ അങ്ങനെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ആ പഴയ ഡാമിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഉടനെ തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്കെന്നാണ് ഇവിടുത്തെ ഫോറസ്റ്റ് അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മൾ പോയി നോക്കുകയാണ്. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ വീഡിയോയായ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്താറായിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോ കാണാത്തവർ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം, അതുപോലെ തട്ടേക്കാട് പക്ഷി സങ്കേതം തുടങ്ങി 2 വീഡിയോകൾ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് അത് തൊട്ടടുത്തായിട്ടൊരു ഏറുമാടം കാണാനുണ്ടോ. ഏറുമാടം അപകടാവസ്ഥയിൽ ഇത് കയറരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകളും മാലിന്യങ്ങളും നിക്ഷേപിക്കാനായിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത വലിയൊരു മരം, ഇതുപോലെ മരങ്ങളുടെ ഒരു വലിയൊരു സംഗമമാണ് നമ്മുടെ ഭൂതത്താൻകെട്ട് പരിസരങ്ങൾ. അതുപോലെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഊഞ്ഞാലാടാനായിട്ടൊരു ഊഞ്ഞാലും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത്. പടുകുറ്റങ്ങളായ അടുത്ത 2 മരങ്ങൾ ഇതാ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ നമ്മുടെ പഴയ ഭൂതത്താൻകെട്ട് ഡാമിൽ എത്തിയിരിക്കുകയാണ്. ഈ കാണുന്ന പാറക്കൂട്ടങ്ങളാണ് അന്ന് അവര് ഡാമിനായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഭൂതത്താന്മാരെ കെട്ടിയ ഡാമാണ് നമ്മുടെ മുമ്പിൽ തൊട്ടു മുമ്പിൽ കാണുന്നത് കേട്ടോ. വെള്ളം കുറവിനാൽ പുഴ അങ്ങനെ മെലിഞ്ഞു നിൽക്കുക കേട്ടോ. എന്നാലും നമ്മുടെ ഡാമിന്റെ കാഴ്ചകൾ ആസ്വദിക്കാൻ കേട്ടോ. അപ്പുറത്തെ ചെറിയ ബീച്ച് പോലെ ഇങ്ങനെ മണൽ അടിഞ്ഞു കുടിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ ഭൂതത്താന്മാർ കെട്ടിയ പഴയ ഭൂതത്താൻകെട്ട് ഡാം. ഈ ഡാമിനെ കുറിച്ചും ഇതിന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചും കൂടുതലായിട്ട് നമ്മോട് സംസാരിക്കാനായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ശൈല ചേച്ചി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ചേച്ചി പറയുന്നൊന്ന് കേട്ട് നോക്കിയാലോ. എൻ്റെ പേര് ശൈല പൗലോസ്. കേരളത്തിലെ 44 നദികളുള്ളതിൽ ഏറ്റവും കൂടുതൽ നീളം കൂടിയ നദിയായ പെരിയാറിന്റെ ഹൃദയഭാഗത്തുനിന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഭൂതത്താൻകെട്ട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. അത് ഐതിഹ്യം ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു പിണക്കത്തിൽ നിന്ന് ശിവൻ കൈലാസത്തിൽ നിന്ന് പോകുന്ന തൃക്കാരൂർ എന്ന സ്ഥലത്ത് വന്ന് അമ്പലത്തിൽ വന്ന് തപസ് ചെയ്തു എന്നാണ് ഐതിഹ്യം പഴമക്കാർ പറയുന്നത്. അപ്പം അങ്ങനെ വന്ന് തപസ് വന്നത് പെട്ടെന്ന് തപസ് കഴിഞ്ഞ് ചെല്ലും, തിരിച്ചു കൈലാസത്തിലേക്ക് ചെല്ലുമെന്ന് വിചാരിച്ച് പാർവതി ഇരുന്നു. ചെല്ലാൻ താമസം 2 മാസം കഴിഞ്ഞ് 3 മാസമായി ചെന്നില്ല. അപ്പോൾ പാർവതി അന്വേഷിച്ച് വന്നപ്പോൾ അവിടെ തപസ് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഭൂതഗണങ്ങളെ കണ്ട് വന്ന് ഇത് കെട്ടിക്കാന്ന് വിചാരിച്ചപ്പോൾ ഭൂതഗണങ്ങൾ ശിവന്റെ ഭൂതഗണങ്ങളല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, ആദ്യം സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് 1 ദിവസം കെട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടാന്ന് സമ്മതിച്ച് അവർ വന്ന് കെട്ടി. കുറെ കെട്ടി കഴിഞ്ഞപ്പോൾ അവർ വിശ്രമിക്കാനിരുന്നു. ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ള കല്ലിങ്ങടെ പൊട്ടിച്ചു വെച്ചിട്ട് വിശ്രമിക്കാനിരുന്നു. അപ്പോൾ ആ കല്ല് അവിടെ വെച്ചിട്ട് വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിവൻ ഇങ്ങനെ ദിവ്യ ദൃഷ്ടിയാൽ നോക്കി പാർവതി വന്ന് കണ്ടച്ചു പോയതാൽ എന്തായിരിക്കും സംഭവങ്ങളെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ പാർവതി ഭൂതഗണങ്ങളെ കൊണ്ട് വന്ന് ഇത് കെട്ടിക്കുന്ന കണ്ടു. അപ്പോൾ തിരിച്ച് വന്ന പൂവൻകോഴിയായിട്ട് രൂപം പ്രാപിച്ചിട്ട് വന്നു. അവിടെ വന്ന് ഇവിടെ വന്നിരുന്നു, പണിയെല്ലാം വീക്ഷിച്ചു, അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പണി തുടങ്ങിയപ്പോൾ പൂവൻകോഴി നീട്ടി കൂവി 3 പ്രാവശ്യം ചിറകടിച്ച് കൂവി കഴിഞ്ഞപ്പോൾ കോഴി കൂവി നേരം വെളുത്തു എന്നാണല്ലോ. നേരം വെളുത്തു കഴിഞ്ഞാൽ ഭൂതഗണങ്ങൾക്ക് ശക്തി ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു, നമുക്കുടെ ശക്തി ക്ഷയിക്കാറായി, നേരം വെളുത്തു, നമുക്ക് പണി നിർത്തി പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അതുകൊണ്ട് അവിടെ തീർക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് ഐതിഹ്യം പറയണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്ന കല്ലുകളുണ്ടോ, ഇത് വെച്ചാണ് ഭൂതത്താന്മാരെന്ന് ഡാം കെട്ടിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം അപ്പുറത്ത് കെട്ടാത്ത ഭാഗമുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ആ ചേച്ചി പറഞ്ഞ കേട്ടില്ലായിരുന്നോ, അതാണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. ഈ പ്രളയകാലത്ത് ഉയർന്നു വന്ന കേട്ടോ ഈ മണൽത്തിട്ടയൊക്കെ. ഇപ്പം വെള്ളം വളരെ കുറവാണ്. ഇപ്പം പണ്ട് ചോളരാജാക്കന്മാർ കൃഷി ആവശ്യങ്ങൾക്കായിട്ട് കെട്ടിയതാണെന്നും ഇത് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പഴയ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ കാഴ്ചകൾ. അപ്പുറത്ത് ചെറിയൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് അവർക്കന്ന് പണി പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ഭൂതത്താൻകെട്ട് ഡാമിലെ വിശേഷങ്ങൾ. 2018 പ്രളയത്തിൽ അവിടെ കാണുന്ന വീടിൻ്റെ മേൽക്കൂര വരെ വെള്ളം കയറിയതാട്ടോ. ഇവിടെ എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വെള്ളം ഒഴുകിയ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ പണ്ടോടെയാണ് അതിൽ ഏറുമാടം വരെ ഒഴിച്ചു പോയെന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഭൂതത്താൻകെട്ട് ഡാമും അതുപോലെ പഴയ ഭൂതത്താൻകെട്ട് ഡാമും അതിൻ്റെ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.